ഒപ്പം താമസിച്ചിരുന്ന യുവാവിൽ നിന്നും യുവതി ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വരിക. പോലീസിന്റെ കൺമുൻപിൽ വെച്ചും മർദ്ദനം തുടരുക. കസ്റ്റഡിയിൽ പോലും എടുക്കാതെ യുവാവ് വീണ്ടും ഭീഷണിയുമായി വരിക. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കുറ്റക്കാരനെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന പരാതിയുമായി ഒരു യുവതിയും അമ്മയും രംഗത്തുണ്ട്. ഒരു സൈക്കോ മൈൻഡ് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ റീതിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിൽ റൂമിൽ കിടന്നപ്പം ആൾ വന്ന് ഞാൻ കമിഴ്ന്നായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. എന്നെ പിടിച്ച് വലിച്ച് കട്ടിലിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇട്ട് അതിനുശേഷം അവിടെ ഇട്ട് ചവിട്ടി. അവൻ്റെ കയ്യിൽ ഇടിവാളുണ്ട്. ആ വളവുണ്ട് എൻ്റെ പുറത്ത്. എനിക്കിപ്പോഴും പുറമൊക്കെ തൊടാൻ പറ്റുന്നില്ല. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായ യുവതി കൊല്ലം സ്വദേശിയായ നിധിൻ സാമുവലിനൊപ്പമാണ് കഴിഞ്ഞ ഒരു വർഷമായി താമസിക്കുന്നത്. സൈനികനായ നിധിൻ നാട്ടിലെത്തുമ്പോൾ മർദ്ദിക്കുന്നുവെന്നാണ് യുവതിയുടെ പരാതി. ഇന്നലെയും മർദ്ദനം തുടർന്നതോടെ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് വളയനാട്ടെ വീട്ടിലെത്തിയപ്പോൾ പോലീസിന് മുൻപിൽ വെച്ചും മർദ്ദനം തുടർന്നെന്ന് യുവതിയുടെ പരാതിയിലുണ്ട്. കഴുത്തിൽ ഷാളിട്ട് മുറുകി. അപ്പം ഞാനൊരു തമാശ രീതിയിലേ കാണുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഷാളിട്ട് മുറുകി ഫാനിൻ്റെ മേലെ കെട്ടി തൂക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഞാൻ കുറച്ച് തടിയുള്ളതെന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് ഫാൻ പൊട്ടിപ്പോകും. അപ്പം എന്നോട് പറഞ്ഞാൽ എവിടെയാണെങ്കിലും ഞാൻ എന്നെ കെട്ടി തൂക്കുക തന്നെ ചെയ്യും. കൊന്നിട്ടാണെങ്കിലും ഞാൻ എന്നെ കെട്ടി തൂക്കുമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ആളൊരു ആർമിക്കാരനാണ്. പോലീസിൽ പരാതി എഴുതി നൽകിയെങ്കിലും കേസെടുത്തില്ല. പരാതി നൽകിയതിലുള്ള പ്രതികാരം തീർക്കാൻ രാമനാട്ടുകരയിലെ വീട്ടിലെത്തി അയാൾ അക്രമം നടത്തിയതായും യുവതിയുടെ അമ്മ ആരോപിക്കുന്നുണ്ട്. തന്നെയും കൊലപ്പെടുത്തുമെന്നാണ് നിധിൻ ഭീഷണിപ്പെടുത്തുന്നതെന്ന് അമ്മ പറയുന്നു. എൻ്റെ ഗോൾഡ് ഉണ്ട്. എൻ്റെ 32,000 രൂപൻ്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു. അതിന് വേണ്ട നടപടി അവർ സ്വീകരിച്ച് അതിന് ഇത് ചെയ്തു തരണമെന്നാണ് പറയാനുള്ളത്. ഇനി എന്ത് സംഭവിച്ചാലും എനിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ആർക്കാണ് എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദി നിധിൻ സാമുവൽ മാത്രമാണ്. സംഭവത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രതിയെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് യുവതിയുമായി പരാതി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് യുവതിയുടെ മാതാവ് ആരോപിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.